എന്താ 13 വയസ്സിലൊക്കെ എന്താ ആഗ്രഹിക്കാനാ? ആ അമ്മയാണ് കുറെ പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നു. ശരി, അമ്മയെ പോലെ കുറെ പിള്ളേരൊക്കെ ആയിട്ട് നടക്കാം. അങ്ങനെയെന്നൊരു അവസാനത്തെ ആഗ്രഹം അതായിരുന്നു. അപ്പോഴേക്കും പിടിച്ച് സിനിമയിൽ കൊണ്ട് ഇട്ടു എന്നെ. സിനിമയില് ഇപ്പം എൻട്രി എങ്ങനെയായിരുന്നു അമ്മയുടെ? ആ ഒരു സ്റ്റോറി പറയാമോ? ഇപ്പം അമ്മേനെ ആദ്യമായിട്ട് തമിഴ് മൂവിയിൽ അതെ, തമിഴിലാണ് അഭിനയിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലേ, ഞങ്ങളുടെ വീട്ടിലൊരു ഒരു ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ അപ്പോൾ അവിടെ SS രാജേന്ദ്രൻ എന്നൊരു വലിയ നടനുണ്ട്. അങ്ങേരുടെ ഭാര്യയാണ് വിജയകുമാരി. അവർ രണ്ടുപേരും കൂടി കോയമ്പത്തൂരിൽ ഒരു കോയമ്പത്തൂർ ഐ മീൻ ഊട്ടിയിൽ ഒരു ഷോന് വന്നിരുന്നവർ. അതെ, അവരുടെ നാടകം, വലിയ വലിയ നാടകങ്ങളൊക്കെ നടത്തും. നാടകം എന്ന് പറഞ്ഞാൽ വലിയ ഹ്യൂജ് ഇതിലാണ്, ഇത് ചെറിയ ഇങ്ങനെയല്ല, വലിയ പരിപാടിയാണിത്. ആ നാടകം നടത്താനായിട്ട് അവർ അവിടെ ഊട്ടിയിൽ വന്നിരുന്നു. ഊട്ടിയിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. അപ്പോൾ ഊട്ടിയിൽ വന്നപ്പോൾ ഞാനും അമ്മയെല്ലാം കൂടി കാണാൻ പോയി. അപ്പം അങ്ങേർക്ക് SS രാജേന്ദ്രൻ്റെ 2 ഭാര്യമാരാണ്. ആദ്യത്തെ ഭാര്യ പങ്കുചെന്ന് പറയുന്നത് മലയാളിയാണ്. രണ്ടാമത്തത് വന്ന് തമിഴാണ്, വിജയകുമാരി എന്ന്. അപ്പോൾ ആ വിജയകുമാരിയും SSRാണ് നാടകത്തിൽ അഭിനയിക്കുന്നത്. ആദ്യത്തെ ഭാര്യ ചുമ്മാ കുറേ പിള്ളേരായിട്ടൊക്കെ വന്നിരിക്കുന്നു. അപ്പോൾ ആദ്യത്തെ അമ്മയും ഞാനും കൂടെ നാടകം കാണാൻ പോയിരുന്നു. അപ്പോൾ അച്ഛൻ സുഖമില്ലാതെ കിടപ്പാണ്, അത് കാരണം അച്ഛൻ അടിക്കില്ല. അപ്പോൾ ഞങ്ങൾ നാടകം കാണാനും എല്ലാം കൂടി അമ്മയും കുറച്ച് പേരെല്ലാം കൂടി പോയിരുന്നു നാടകം കാണാനായിട്ട്. അപ്പോൾ നാടകത്തിൻ്റെ ഇടയ്ക്ക് വന്ന് ഇൻ്റർവ്യൂലൊക്കെ വിടില്ലേ, അപ്പോൾ അമ്മയും ഞാനും കൂടി പുറകെ ആ മേക്കപ്പ് റൂമൊക്കെ ഉള്ള സ്ഥലത്ത് അവിടെ എന്നെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് അപ്പോൾ അവിടുത്തെ മലയാളിയാണെന്ന് പറഞ്ഞു ആദ്യത്തെ ഭാര്യ പങ്കജവല്ലി. അപ്പോൾ അങ്ങേരോട് അമ്മ പറഞ്ഞു, അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ മോളാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ. അമ്മ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ ഇവർ രണ്ടുപേരും ഒരേ നാട്ടുകാരാണ്, ഒരേ സ്ഥലത്തുള്ള ആൾക്കാരാണ്. അപ്പോൾ വളരെ അടുത്തവർ. അപ്പോൾ അമ്മ പറഞ്ഞു, ഞങ്ങൾക്ക് പ്രശ്നങ്ങളാണ്, ഈ കൊച്ചേ ഉള്ളോ, ഇതിനെ അഭിനയിക്കാൻ വിടുന്നുണ്ട് എനിക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വീട്ടിലൊക്കെ ഞാൻ ചുമ്മാ ഒക്കെ ഇങ്ങനെ പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ ചുമ്മാ അതൊക്കെ ചെയ്യും, ഈ റേഡിയോയിലുള്ളത് കൊണ്ടല്ല. അപ്പോൾ അമ്മേൻ്റെ വിചാരം എനിക്ക് ഭയങ്കര ഇഷ്ടമെന്നാ. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞു, അങ്ങനെയാണോ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ഇങ്ങനെ അത് അവിടത്തേക്ക് വരാനായിട്ട്, ചെന്നൈയിലോട്ട് വരാനായിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് അയച്ചിരുന്നു. അപ്പോൾ അവർ നാടകമെല്ലാം കഴിഞ്ഞിട്ട് പോയി. അവിടെ പോയിട്ട് ഒരാഴ്ചക്കകം ഞങ്ങൾക്ക് അവിടെ നിന്ന് ടിക്കറ്റും വരാനുള്ള ഡേറ്റും ഇന്ന സ്ഥലത്ത് വരണം എന്നൊക്കെ പറഞ്ഞ് അവർ വിളിച്ച് പറഞ്ഞ് ടിക്കറ്റൊക്കെ അയച്ചിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ മെഡ്രാസിൽ, ഞാനും എൻ്റെ അമ്മയും മാത്രമായിട്ട് മെഡ്രാസിൽ വരുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ കുറേ പിള്ളേരുണ്ടല്ലോ, അമ്മ എൻ്റെ കൂടെ നിൽക്കാനൊക്കില്ല. അപ്പോൾ എന്നെ വന്ന് SS രാജേന്ദ്രൻ്റെ പങ്കജവല്ലി ചേച്ചിയുടെ അടുത്ത്, ആ അമ്മയുടെ അടുത്ത് എന്നെ വിട്ടിട്ട് കുറേ പിള്ളേരുടെ കൂടെ ഞാനൊരു കൊച്ചായിട്ട് അവിടെ നിന്നു. അപ്പോൾ അവർ ഒരു ഡ്രാമ അവരൊരു ഡ്രാമ. അപ്പോൾ അപ്പോഴേക്കും ഈ വിജയകുമാരി എന്ന് പറഞ്ഞ ഒരു പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ റോൾ അഭിനയിക്കാനായിട്ട്, ഹീറോയിൻ തന്നെയാണ്, അവരുടെ റോൾ അഭിനയിക്കാനായിട്ട് എന്നെ എല്ലാം കെച്ച് കെട്ടി 13 വയസ്സ് എത്ര വലുതുണ്ടാവും, വെച്ച് കെട്ടിയൊക്കെ ശരിയാക്കി. പക്ഷെ പൊക്കം ഉണ്ടായിരുന്നു, കാരണം ഞാൻ രക്ഷപ്പെട്ടു, ഇത്രയും തന്നെ പൊക്കം. അപ്പോൾ അങ്ങനെ നാടകത്തിൽ അഭിനയിച്ചു. റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിൽ തന്നെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് അവർ ഒരു നാടകം, ഫസ്റ്റ് ഡ്രാമ. ഈ ഡ്രാമ കാണാനായിട്ട് MGRും അന്നത്തെ വലിയ ഡയറക്ടർ, ഇന്ന് മണിരത്നം എന്നൊക്കെ പറയുന്നില്ല, അന്നത്തെ വലിയ ഡയറക്ടറാണ് രാമണ്ണ എന്ന് പറയുന്ന ഒരാൾ, അങ്ങേരും കൂടിയെല്ലാം അവരാണ് പ്രസിദ്ധ ചെയ്തത്. നാടകത്തിന് വന്നിട്ട് ഇങ്ങനെ ഇരുന്ന് നാടകം കണ്ടപ്പോൾ MGRും അവരും പറഞ്ഞു, കോഴിപ്പെണ്ണി കൊള്ളാമല്ലോ, നമ്മുടെ പടത്തിൽ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ, അതിന് ഇങ്ങനെ കൂടെ അഭിനയിക്കാനായിട്ട് പൊക്കുള്ളത് കാരണം നമുക്ക് ശരിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവർ ഞങ്ങളോടെല്ലാം സംസാരിക്കുന്നത്. പിന്നെ സംസാരിക്കുന്നതൊക്കെ അവർക്കൊരു കമ്പനി ഉണ്ട്, SS രാജേന്ദ്രന് ഒരു സിനിമ കമ്പനിയുണ്ട്. ആ കമ്പനി ആ മാനേജറോടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ സംസാരിച്ചപ്പോൾ എനിക്ക് 3 വർഷത്തിൻ്റെ കോൺട്രാക്റ്റ് കിട്ടും. 3 വർഷം പുറത്തുള്ള പടങ്ങളിലൊന്നും അഭിനയിക്കാൻ പാടില്ല, അവർ പറയുന്ന പടങ്ങളിലേ അഭിനയിക്കാൻ പാടുള്ളൂ. അങ്ങനെ അഭിനയിച്ചാലും പകുതി പണം അവർക്ക് കൊടുക്കണം പുറത്തുനിന്ന്. അപ്പം അവർ മുഖാന്തരം പോയത് കാരണം എനിക്ക് ഫസ്റ്റ് മൂവി തന്നെ 6000 റുപ്പീസ് ആ കാലത്ത് കിട്ടി. 6000 റുപ്പീസ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ വലിയൊരു തുകയാണ്. ഞാൻ തനിച്ചാ പോയെങ്കിൽ 600 രൂപ പോലും കിട്ടില്ലായിരുന്നു. അവർ വഴി പോയി ഒരു വലിയൊരു സെറ്റപ്പിൻ്റെ വഴി പോയത് കാരണം എനിക്ക് 6000 റുപ്പീസ് കിട്ടി. പിന്നെ ആ 3000 രൂപ ഉണ്ടല്ലോ എനിക്ക് കിട്ടേണ്ട, അവർ 3000 രൂപ എടുത്തു, എനിക്ക് 3000 രൂപ
ഞങ്ങൾക്ക് അമ്മേടെ എനിക്കൊന്നും അറിയില്ല ഇതൊക്കെ. അമ്മയാണ് കഴുത്തിടുന്നത്. ഞാൻ മേജറല്ലല്ലോ, കഴുത്തിടുന്നു മേടിക്കുന്നു ഒക്കെ അമ്മയാണ്. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചേ, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് എന്തെങ്കിലും എനിക്ക് തരണം, ഇത് ഇന്ന് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞു. അമ്മ പറഞ്ഞു ശരിയെന്ന് പറഞ്ഞു. ഒരു 50 രൂപ എടുത്തു കൊടുത്തു, എനിക്ക് തന്നു. ഞാൻ ഉടനെ കടയ്ക്ക് പോയിട്ട് ഒരു ഗ്രേപ്പ് വാട്ടർ മേടിച്ചു. ഗ്രേപ്പ് വാട്ടർ എന്നറിയാമോ? ഈ പിള്ളേർക്കൊക്കെ വയറ്റുവേദനയൊക്കെ വന്നാൽ ഒരു മധുരമുള്ള സാധനം കുറച്ചായിട്ട് ഇങ്ങനെ കൊടുക്കും. ഒരു ചെറിയ ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂൺ കൊടുക്കും. വയറ്റുവേദന വന്ന് പിള്ളേർ കരയുമ്പോഴേ, കൊച്ചു പിള്ളേർ. അപ്പോൾ ഞങ്ങളെ വീട്ടിൽ എപ്പോഴും ഗ്രേപ്പ് വാട്ടർ ഉണ്ടാവും. പക്ഷെ ഞങ്ങൾക്കെല്ലാം തരത്തില്ല, ഏറ്റവും അവസാനത്തെ കൊച്ചിനെ കിട്ടത്തുള്ളത്. അപ്പോൾ ഞാൻ ആ സ്പൂൺ എടുത്ത് നക്കി നോക്കുമ്പോൾ എന്തൊരു മധുരമാണെന്നൊക്കെ തോന്നുന്നു എനിക്ക്. ആദ്യമായിട്ട് എൻ്റെ കാശിൽ ഞാൻ മേടിച്ച ഒരു ഗ്രേപ്പ് വാട്ടർ ബോട്ടിലായിരുന്നു. എന്നിട്ട് ഇത്രയും വലിയൊരു ബോട്ടിൽ 50 രൂപയ്ക്ക് കിട്ടി. അത് എടുത്ത് ഇങ്ങ് കുടിച്ചു. ആരും പിള്ളേരൊക്കെ കണ്ടാൽ കിട്ടില്ലല്ലോ. ഒരു വാതിലിൻ്റെ പുറകെ പോയി നിന്ന് കുടിക്കുന്നത്. പകുതി കഴിച്ചപ്പോൾ അതിലൊരു ലഹരിയുണ്ട് ആ ഗ്രേപ്പ് വാട്ടറിൽ. പകുതി കഴിച്ചപ്പോൾ തന്നെ എനിക്കൊരു മാരിയായി, മത്ത് പിടിച്ച് തലയൊക്കെ ഒരു മാരിയായി. ഞാൻ പറഞ്ഞു അയ്യോ മതി എന്ന് വിചാരിച്ചിട്ട് പുറത്ത് വന്നിട്ട് ബാക്കിയുള്ളതെല്ലാം അവർക്കെല്ലാം കൊടുത്തു. അതാണ് എൻ്റെ ആദ്യത്തെ ശമ്പളത്തിൽ ഞാൻ ആദ്യം മേടിച്ചൊരു സാധനം. എനിക്കൊന്നും ഇത് അമ്മ എവിടെയും പറയുന്നത് ഞാൻ കേട്ടിട്ടേ. ഇപ്പം അമ്മ പറഞ്ഞു ചെന്നൈയിലേക്ക് അമ്മേനെ ആ ഒരു ചേച്ചിയുടെ അടുത്ത് ആക്കിയിട്ട് അമ്മ പോയി. അപ്പം 13 വയസ്സേ ഉള്ളൂ. അപ്പം അമ്മയ്ക്ക് ഇങ്ങനെ ഒറ്റപ്പെടൽ ഇങ്ങനെ അനുഭവിച്ചോ? ഒരു പുതിയ സ്ഥലം ഒറ്റപ്പെടൽ അനുഭവിച്ചില്ല. കാരണം ഞാൻ പോയി താമസിക്കുന്നത് പങ്കുചക്കാരെ വീട്ടില്. അവിടെ അവർക്കും കുറേ പിള്ളേരുണ്ട്. ഇന്ന് വരയ്ക്കും അവരൊക്കെ എൻ്റെ ഭയങ്കര ക്ലോസ് ആണ് അവരെല്ലാം. അവർ 4 ആൺമക്കളും ഒരു പെണ്ണും. പിന്നെ അവരുടെ ഫാമിലിയിൽ ഒരു ചാക്ക് അരി എന്ന് പറഞ്ഞാൽ അന്നൊക്കെ 100 കിലോ ആണ്. ആ ഒരു ചാക്ക് അരിയാണ് അവർ വീട്ടിൽ ദിവസം ഉണ്ടാക്കുന്നത്. അത്രയും പേര് അവരുടെ വീട്ടിലൊന്ന് ഊണ് കഴിക്കും. ആര് വന്നാലും പോയാലും അവർ വീട്ടിലും ഉണ്ടാവും. MGR പറഞ്ഞ് കേട്ടിട്ടില്ലേ? MGR വീട്ടിൽ ആര് പോയാലും ഊണ് കഴിച്ചിട്ടേ വിടുള്ളൂ. അതുപോലെ SS രാജേന്ദ്രൻ്റെ വീട്ടിൽ ആര് പോയാലും അവർ ഊണ് കഴിച്ചിട്ടേ പോകാവൂ. ഒരു ചാക്കരി. അപ്പം എത്ര പേരുണ്ടാവണം? അത് കാരണം ഒറ്റപ്പെടലേ ഇല്ല എനിക്ക്. കളിച്ചും ചിരിച്ചൊക്കെ അങ്ങനെ നടക്കും. അതിനിടയ്ക്കാണ് ഈ പാസം പടത്തിന് പോയി. അങ്ങനെ പോയപ്പോൾ പിന്നെ അപ്പോഴാണ് പാസത്തിൻ്റെ ഇത് ആദ്യത്തെ ദിവസം ആ നാടകത്തിലൊന്ന് ആലോചിച്ച് നോക്ക്. ആദ്യത്തെ നാടകത്തിൽ തന്നെ എനിക്ക് MGRൻ്റെ പടം കിട്ടി. അപ്പോൾ MGR ഷൂട്ടിംഗ് ആണ്. വാഹിനി വിജയ എന്ന് പറഞ്ഞ വലിയ സ്റ്റുഡിയോ ഉണ്ട് അവിടെ ആ സ്റ്റുഡിയോയിലാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. അപ്പോൾ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ഞാൻ ആദ്യത്തെ ഷൂട്ടിംഗ് തന്നെ ഞാൻ വന്ന് വിളമ്പും, ചോറിങ്ങനെ വിളമ്പും. അതിൻ്റെ കാര്യം മറന്നുപോയി. അതായത് ആ ആദ്യത്തെ ഷൂട്ടിങ്ങിൽ തന്നെ അത് 2 ഭാഷയിലെടുക്കുന്നത്, തെലുങ്കിലും തമിഴിലും. ഇപ്പൊക്കെ ഒരു പടം ഇപ്പോൾ മണിച്ചിത്രത്താഴ് എടുത്തുകൂടെ നല്ലതുപോലെ ഓടിയ പിന്നെയാണ് അവിടെ മുത്തു എന്ന് പറഞ്ഞെടുത്തത്. അത് വേറെ ദിവസം നല്ല ഓടിയ. അത് അന്നത്തെ അങ്ങനെയല്ല. NTR എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏറ്റവും വലിയ തെലുങ്കിലെ ഹീറോ ആണ്. MGR ഇവിടെ തമിഴ്നാട്ടിലെ വലിയ ഹീറോ ആണ്. NTRയുടെ പേരായിട്ട് ശാരദ, നമ്മുടെ ശാരദയല്ലേ, ആ ശാരദയും ഞാൻ MGRയുടെ പേരായിട്ട്. ഇപ്പോൾ ആദ്യം ഒരു ഷോട്ട് ഞാൻ അഭിനയിച്ച് പോയിട്ട് കഴിഞ്ഞ പിന്നെ ഞാനും MGR വന്നിരിക്കും. ആ ലൈറ്റപ്പ് ഇങ്ങനെ 2 പേരും, ആ ലൈറ്റപ്പിൽ തന്നെ അവർ 2 പേരും അഭിനയിക്കും. വേറെ ലൈറ്റപ്പോ വേറെ ദിവസമോ വേറെ സെറ്റല്ല, ആ സെയിം സെറ്റ് സെയിം ലൈറ്റപ്പിൽ ഓരോ ഷോട്ട് അങ്ങനെയാണ് എടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ ആദ്യത്തെ ഷോട്ട് എന്ന് വെച്ചാൽ MGRക്ക് ഞാൻ ചോറിങ്ങനെ വിളമ്പി ഉടനെ അങ്ങേരെ ഒരു ചോറെടുത്ത് എൻ്റെ വായിൽ ഇങ്ങനെ വെച്ച് കൊടുക്കും. ഫസ്റ്റ് ഷോട്ട് അതാണ്, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഷോട്ടാണത്. അപ്പോൾ അത് അടുത്ത സെറ്റിൽ ഭാസ്കര മാസ്റ്റർ ഭാഗ്യജാതകം ഒരു പടം തുടങ്ങി. അപ്പോൾ സത്യ സാറും ഉണ്ട് അവിടെ. അപ്പോൾ ഭാസ്കര മാസ്റ്റർ സത്യ സാറുടെ അടുത്ത സെറ്റിൽ ഒരു മലയാളി പെണ്ണ് അഭിനയിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അത് തമിഴ് വരാതെ ഒരുപാട് പാടുപെടുന്നുണ്ട്. പക്ഷെ അങ്ങനെ പഠിപ്പിച്ചാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസം അവർ 2 പേരും എൻ്റെ ഷൂട്ടിങ് കാണാൻ വന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവിടെ തന്നെ അമ്മയുണ്ടല്ലോ അവിടെ സംസാരിക്കാൻ, അമ്മയോട് സംസാരിച്ചിട്ട് ഇവിടെ ഒരു 5-6 ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. ആ ഷൂട്ടിംഗ് കഴിഞ്ഞുകൊണ്ട് നേരെ ഞാൻ ഭാഗ്യജാതകം അഭിനയിക്കാൻ വന്നു. ഇത് ആദ്യം തുടങ്ങിയാലും റിലീസായത് ആദ്യം ഭാഗ്യജാതകമായിരുന്നു. ആക്ട് ചെയ്തത് തമിഴാണെങ്കിലും അതായിരുന്നു. ഇപ്പത്തെ പോലത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊന്ന് വെച്ചാൽ പക്ക ഷീറ്റ് ഇട്ട് ഇത്ര ദിവസം ഒരു പടം അല്ലെങ്കിൽ എല്ലാം ഓർഗനൈസിങ് ആദ്യം തന്നെ വിസിറ്റ് ചെയ്യും പ്ലേസ് എവിടെയൊക്കെ ഷൂട്ട് ചെയ്യേണ്ടത്. അമ്മയുടെ ഒക്കെ കാലത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു സ്പേസ് എടുത്തിട്ട് 3 ഫ്ലോർസ് അത് 3 വീടായിട്ട് സെറ്റ് ചെയ്യുക. അപ്പൊ ഒരു ഫ്ലോറിൽ നിന്ന് അടുത്ത ഫ്ലോറിലേക്ക് പോകുന്നത് അടുത്ത പടമാണ്.
അതെ ആ ഫ്ലോറിലല്ല, ഈ സ്റ്റുഡിയോ അടുത്ത സ്റ്റുഡിയോ അല്ല, ഈ ഫ്ലോറിൽ നിന്ന് വേറെ ഫ്ലോർ, അവിടെ നടന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. ഒരു AVM സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ 40 ഏക്കറിലാണ് AVM സ്റ്റുഡിയോ ഉള്ളത്, മനസ്സിലായോ? അപ്പോൾ ആ AVM സ്റ്റുഡിയോയിൽ ഒരു 10-30 സെറ്റുകളുണ്ട് അവിടെ, ഫ്ലോറുകളുണ്ട്. അപ്പോൾ ഈ ഫ്ലോറിൽ നിന്ന് നടന്ന് ഇപ്പോൾ നിങ്ങളുടെ ഇവിടെ നിന്ന് ഇറങ്ങിയില്ലേ, അടുത്ത ഫ്ലോറിലേക്ക് പോകണം. അവിടെയാണ് തെലുങ്ക്, തമിഴ്, കന്നഡം, ഹിന്ദി എല്ലാ പടങ്ങളുടെ ഷൂട്ടിംഗ് ഇങ്ങനെ മാറി 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 എല്ലാവരും മാറി മാറി എടുക്കും. ഓക്കെ, അത് എങ്ങനെ അമ്മയ്ക്ക് അത് പറ്റുന്നു? ഞാൻ അമ്മ പറയുമ്പോ അത് ഭയങ്കര അത്ഭുതത്തോടെ, കാരണം ഒരു ക്യാരക്ടർ അല്ലല്ലോ അടുത്ത പടത്തിൽ, അത് വേറെ കോസ്റ്റ്യൂം ഇട്ടിട്ട് അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുന്നത് പെട്ടെന്ന്? കുറച്ച് നാളായപ്പോ നമുക്ക് അങ്ങ് പരിചയമായി. ഇപ്പൊ എനിക്ക് അതൊരു വലിയ ഒരു 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 പാടായിട്ടൊന്നും തോന്നിയിട്ടില്ല, കഷ്ടമായിട്ടൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ കാലത്ത് അന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് കോൾ ഷീറ്റ് മേടിക്കുന്നത് ഇപ്പൊക്കെ ഒരു പടത്തിനാണ് കോൾ ഷീറ്റ്. 40 ദിവസം കോൾ ഷീറ്റ് കൊടുത്താൽ ആ പടം തീർക്കാം. പക്ഷെ അങ്ങനെയല്ല, അവിടെ എല്ലാം ചെന്നൈയിലും അടുത്തടുത്തടുത്ത സ്റ്റുഡിയോ ആയതുകൊണ്ട് ഒരു പടത്തിന് ദിവസവും 7 to 1, അതായത് ഈ കാലത്ത് 7 മണി മുതൽ 1 മണി വരെയും കോൾ ഷീറ്റ് കൊടുക്കും. കോൾ ഷീറ്റ് കൊടുത്താൽ ആ ഒരു 10-15 ദിവസം കൊണ്ട് ആ പടം തീർക്കും. അല്ലെങ്കിൽ അടുത്ത മാസം ഷെഡ്യൂൾ കൊടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് 2 to 9 എന്നുണ്ട്, 2 മണി മുതൽ 9 മണി വരെയാണ് ഷൂട്ടിംഗ് ഉണ്ട്. അങ്ങനെ ഒരു പടത്തിന് കൊടുക്കും. അത് ഒരു 10-15 ദിവസം കൊടുക്കും. പിന്നെ രാത്രി 10 to 2 എന്ന് പറഞ്ഞൊരു ഷൂട്ടിംഗ് ഉണ്ട്, 10 to 2. അത് വരയ്ക്കും. ചില തീർക്കാൻ പോകുന്ന പടങ്ങളുണ്ട്, അപ്പോൾ 10 to 5 വർക്ക് ചെയ്യും. അപ്പോൾ ഇത് 3 കഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് റൂമിൽ പോയി ഇങ്ങനെ പല്ലൊക്കെ തേച്ചിട്ട് വേറെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അടുത്ത ഇത് തന്നെ പിറ്റേ ദിവസം 7 to 1 പോകുന്നത്. അപ്പൊ ഒരു ദിവസം മൊത്തം 4 പടമൊക്കെ അഭിനയിച്ചിട്ട് ഒരു ദിവസം 4 പടം. ഇപ്പൊ രാവിലെ നോക്കിയാ ഷീലാമ്മ, ഞങ്ങൾ അന്ന് നസീർ സാറിന്റെ നായികയായി കാണുമ്പോഴും ഇപ്പൊ കെന്ന ഷോയിൽ വന്നിരിക്കുമ്പോഴും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ ഷീലാമ്മയെ കടത്തിവെട്ടാൻ ഇവിടുത്തെ ഒരു നായിക നടിക്കും സാധിക്കില്ല. എന്താണ് ഷീലാമ്മയുടെ ഈ സൗന്ദര്യ രഹസ്യം? അയ്യോ, ഇതെന്തോന്നാ ചോദ്യം? ഇത് എല്ലാ നടികളോടും നിങ്ങൾ ചോദിക്കുന്ന ചോദ്യമല്ലേ? വേറെ പുതിയതായിട്ട് വല്ലതും ചോദിക്കൂ. എനിക്കത് അന്ന് നല്ല സൗന്ദര്യമൊന്നും ഇപ്പോഴില്ലെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. ഓർഡിനറി ഒരു സ്ത്രീ, ഈ പ്രായത്തിന് ഒത്ത ഒരു സ്ത്രീ ആയിട്ട് ഞാൻ എന്നെ കാണുന്നുള്ളൂ. പക്ഷെ ഞാൻ ആദ്യമായിട്ടാണ് ഷീലാമ്മനെ നേരിട്ട് കാണുന്നത്. ഞാനിങ്ങനെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ നമ്മൾ TV-യിലൂടെ മൊബൈൽ ഫോൺസിലൂടെ ഒക്കെ ആണല്ലോ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാനപ്പോ ഓർക്കാം, അമ്മ ഇപ്പൊ നല്ല സുന്ദരമായിട്ടിരിക്കും, അപ്പൊ ആ കാലത്ത് എന്ത് ഭംഗിയായിരിക്കും. നമുക്ക് ആ കാലത്തിൽ അമ്മേനെ നേരിട്ട് കാണാനൊന്നും സാധിച്ചിട്ടില്ലല്ലോ, അപ്പൊ എന്ത് ഭംഗിയായിരിക്കും എന്ന് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അമ്മ എന്തെങ്കിലും ഡയറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പം? അതെ, ഞാൻ പറയട്ടെ, സിനിമയിൽ വന്ന് 10-20 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ അഭിനയം നിർത്തിയിട്ട് ഞാൻ ഊട്ടിയിൽ പോയി പിന്നെ മകന് വേണ്ടി പോയത്. ഈ 10-20 കൊല്ലം വരയ്ക്കും ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലം വരയ്ക്കും ഫേഷ്യൽ എന്ന് പറയുന്ന സാധനം എനിക്ക് അറിയില്ല. അറിഞ്ഞെങ്കിൽ ചെയ്തേനെ. അന്നൊന്നും ഇല്ല, ഫേഷ്യലൊന്നും ഇല്ല. ഇപ്പൊ ഫേഷ്യൽ ചെയ്താൽ ഭംഗി വരും, ഫേഷ്യൽ ചെയ്താൽ അത് വരും പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ ഒരു ഫ്രഷ്നെസ് കിട്ടും. ഫേഷ്യൽ ചെയ്ത ഒരു ഫ്രഷ് ആയിരിക്കും. ഒരു കല്യാണപ്പെണ്ണ്, ഇപ്പോൾ കല്യാണപ്പെണ്ണും എൻ്റെ അമ്മയും കല്യാണപ്പെണ്ണിൻ്റെ അച്ഛനും എല്ലാവരും ഫേഷ്യൽ ചെയ്ത് എന്തൊക്കെയോ മുഖത്തൊക്കെ ഇട്ടിട്ട് അങ്ങനെയല്ലേ. പക്ഷേ ഞങ്ങൾക്കൊന്നും ആ കാലത്ത് അത് ഇല്ല. ഇരുന്നെങ്കിൽ ചെയ്യുമായിരുന്നു. അതെനിക്കറിയില്ല, ആ സമയത്തൊന്നും ഞങ്ങൾ ചെയ്തില്ല. സിനിമയൊക്കെ അഭിനയിച്ച് വീട്ടിൽ ചുമ്മാതിരിക്കുമ്പോൾ വേറെ ജോലിയൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഇവരൊക്കെ കൂട്ടുകാരികളെല്ലാം ഫേഷ്യൽ ചെയ്യാനായിട്ട് ബ്യൂട്ടി പാർലർ പോകുന്നുണ്ടോ, എന്നാൽ നമുക്ക് സുന്ദരിയാവാന്ന് പറഞ്ഞ് പോയി ചെയ്തിട്ടുണ്ട്. വീട്ടിലത്തെ പൊടിക്കൈകളൊക്കെ അമ്മ ട്രൈ ചെയ്യാറുണ്ടോ? മഞ്ഞള്, നമ്മളൊക്കെ ചേർന്ന് മഞ്ഞൾ അരച്ച് കടലമാവ് ഇടും, അങ്ങനെ അതൊന്നും ഞാൻ ചെയ്യാം. അതൊന്നും എന്നെ കൊണ്ട് വയ്യ, അത്രയും ക്ഷമയൊന്നും എനിക്കില്ല.